ഒമ്പതാം ക്ലാസ്സിലെ ന്യൂ നമ്പേഴ്സ് അഥവാ പുതിയ സംഖ്യകൾ എന്നുള്ള പാഠഭാഗത്തിലെ മൾട്ടിപ്ലിക്കേഷൻ അല്ലെങ്കിൽ ഗുണനം എന്ന വിഭാഗത്തിൽ വരുന്ന ചോദ്യങ്ങളാണ്, പാഠപുസ്തകത്തിലെ ചോദ്യങ്ങളാണ് നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത്. അതിലൊന്നാമത്തെ ചോദ്യം, ഓഫ് 4 ഈക്വലാറ്റർ ട്രയാങ്കിൾസ്, തുല്യങ്ങളായ ഒരേപോലെ ഇരിക്കുന്ന 4 സമഭുജ ത്രികോണങ്ങളാണ് ഈക്വലാറ്റർ ട്രയാങ്കിൾസ്. 2 കട്ട് വെർട്ടിക്കലി ഇൻ ടു ഹാവ്സ്, രണ്ടുപേരെ നമ്മൾ നെടുകെ 2 ഭാഗങ്ങളായി മുറിച്ചു. ആൻഡ് 2 ഹോൾ ആർ പുട്ട് ടുഗദർ ടു മേക്ക് എ റെക്റ്റാങ്കിൾ, രണ്ടുപേരെ മുറിച്ചും രണ്ടുപേരെ അങ്ങനെ തന്നെയും ഉപയോഗിച്ചിട്ട് ഒരു ചതുരമുണ്ടാക്കി. ഇഫ് എ സൈഡ് ഓഫ് ദി ഇക്വലാറ്റർ ട്രയാങ്കിൾ ഈസ് 1 മീറ്റർ, ഇക്വലാറ്റർ ട്രയാങ്കിളിൻ്റെ വശം 1 മീറ്റർ ആണെങ്കിൽ വാട്ട് ഈസ് ദി ഏരിയ ആൻഡ് ദ പെരിമീറ്റർ ഓഫ് ദി റെക്റ്റാങ്കിൾ, റെക്റ്റാങ്കിളിൻ്റെ ഏരിയ എന്താണ്, പെരിമീറ്റർ എന്താണ് എന്നാണ് ചോദ്യം. മലയാളത്തിൽ, ഒരേ വലുപ്പമുള്ള 4 സമഭുജ ത്രികോണങ്ങളിൽ 2 നെടുകെ മുറിച്ചതും 2 മുഴുവനായും ചേർത്ത് വെച്ച് ഒരു ചതുരമുണ്ടാക്കി. സമഭുജ ത്രികോണങ്ങളുടെ എല്ലാം വശം 1 മീറ്റർ ആണെങ്കിൽ ചതുരത്തിൻ്റെ ചുറ്റളവും പരപ്പളവും എത്രയാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. കുറച്ചുകൂടി വലിയ ഒരു ചിത്രത്തിലേക്ക് നമുക്ക് പോകാം. ഒരു സമഭുജ ത്രികോണത്തിനെ സംബന്ധിച്ച് നമുക്കറിയാം, അതിൻ്റെ എല്ലാ കോണുകളും 60 ഡിഗ്രി വീതമാണ് വരിക. കാരണം എല്ലാ വശങ്ങളും തുല്യമാണ്. 3 വശങ്ങൾ തുല്യമായതുകൊണ്ട് അതിൻ്റെ 3 കോണുകളും 60 ഡിഗ്രി വീതമാണ് വരിക. അത് മുറിച്ചു കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുക? നമ്മൾ ഇതിനെപ്പറ്റി മുമ്പ് മുമ്പ് ചർച്ച ചെയ്ത കാര്യമാണ്. മുറിച്ചു കഴിഞ്ഞാൽ ഒരു മട്ടത്രികോണമാണ് നമുക്ക് കിട്ടുക. അപ്പോൾ വരുന്ന കോണുകൾ ഏതൊക്കെയായിരിക്കും? ഇവിടെ വരുന്നത് 90 പിന്നെ 60, മൂന്നാമത്തെ കോണ് 30 വരുന്ന രീതിയിലാണ് അതിൻ്റെ കോണുകൾ വരിക. 30, 60, 90. ഇതിൽ പറഞ്ഞിരിക്കുന്ന കണ്ടീഷൻ അല്ലെങ്കിൽ നിബന്ധന അനുസരിച്ച് ഈ സമഭുജ ത്രികോണത്തിൻ്റെ ഒരു വശം 1 സെൻറ്റിമീറ്ററാണ്. അപ്പോൾ ഇതിൻ്റെ ഈ മട്ടത്രികോണം എടുത്താൽ അതിൻ്റെ കർണം 1 സെൻറ്റിമീറ്റർ ആണെന്ന് പറഞ്ഞു അല്ലേ? മട്ടത്രികോണത്തിൻ്റെ കർണം 1 സെൻറ്റിമീറ്റർ. കോണുകൾ 30, 60, 90 ആണെങ്കിൽ നമുക്കറിയാം ഏറ്റവും ചെറിയ വശം എന്ന് പറഞ്ഞാൽ 30-ന് എതിരെ വരുന്ന വശമാണ് ഏറ്റവും ചെറിയ വശം. അത് കർണത്തിൻ്റെ പകുതിയായിരിക്കും വരിക. അപ്പോൾ കർണം എന്ന് പറയുന്നത് 1 സെൻറ്റിമീറ്റർ ആണെങ്കിൽ 30-നെതിരെയുള്ള വശം എന്ന് പറഞ്ഞാൽ 1-ൻ്റെ പകുതിയായിരിക്കും. എത്രയായിരിക്കും വരിക? അര അല്ലെങ്കിൽ 1/2 ആയിരിക്കും. 60-നെതിരെയുള്ള വശം കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? ഈ 1/2-നെ നമ്മൾ √3 കൊണ്ട് ഗുണിച്ചാൽ മതി. 1/2-നെ √3 കൊണ്ട് ഗുണിച്ചാൽ മതി. 60-നെതിരെയുള്ള വശം എന്ന് പറഞ്ഞാൽ 60-നെതിരെയുള്ള വശം എന്ന് പറയുന്നത് 1/2 × √3, അഥവാ അതിന് നമുക്ക് എങ്ങനെ എഴുതാം? √3/2. അപ്പോൾ മട്ടത്രികോണത്തിനെ സംബന്ധിച്ച് 3 വശങ്ങളും നമുക്ക് കിട്ടി. ഏതൊക്കെയാ? 30-നെതിരെയുള്ള വശം 1/2, 60-നെതിരെയുള്ള വശം √3/2, ഏറ്റവും വലിയ വശം 1. മട്ടത്രികോണത്തിനെ സംബന്ധിച്ച് ആ ഏറ്റവും വലിയ വശമാണ് നമ്മുടെ സമഭുജ ത്രികോണത്തിൻ്റെ ഒരു വശം. അതാണ് നമ്മുടെ ചോദ്യത്തിൽ പറഞ്ഞിട്ടുണ്ട്. സമഭുജ ത്രികോണത്തിൻ്റെ ഒരു വശം എത്രയാണ്? 1 മീറ്ററാണ്. ഇനി ചതുരമുണ്ടാക്കുമ്പോൾ എവിടെയൊക്കെയാണ്, ഏതൊക്കെ അളവുകളാണ് വരിക എന്ന് നോക്കാം. അപ്പോൾ ചതുരമുണ്ടാക്കുമ്പോൾ മുറിക്കാതെ ഉപയോഗിച്ചിരിക്കുന്ന ത്രികോണമാണ് കടും പച്ച നിറത്തിൽ കാണുന്നത്. അപ്പോൾ അതിൻ്റെ വശം എത്രയാണ് വരിക? 1 മീറ്ററാണ്. ഇത് രണ്ടും 1 മീറ്ററാണ്. ഇവിടെ എത്രയാണ് വരുന്നത്? ഈ ഭാഗം എത്രയായിരിക്കും വരിക? ഇതാണ് നമ്മുടെ ചിത്രത്തിൽ, മുറിച്ചു കഴിഞ്ഞ ചിത്രത്തിൽ കാണുന്ന √3/2 ആണ്. അതായത് നമ്മുടെ മട്ടത്രികോണമാക്കി മാറ്റിയിട്ടുള്ള ഭാഗത്തിൻ്റെ ലംബമാണ് ഇത്. അപ്പോൾ ഇത് √3/2, ഇതും √3/2, √3/2. അപ്പോൾ ഈ ചതുരത്തിനെ സംബന്ധിച്ച് നമുക്ക് എല്ലാ ഭാഗങ്ങളും കിട്ടിക്കഴിഞ്ഞു. ഈ ചതുരത്തിൻ്റെ വീതി വേണമെങ്കിൽ 1 എന്ന് പറയാം. നീളം എത്രയാണ്? നീളം എന്ന് പറഞ്ഞാൽ √3/2 പ്ലസ് √3/2, √3/2 പ്ലസ് √3/2 ആണ് ഇതിൻ്റെ നീളം എന്ന് പറയുന്നത്. √3/2 √3/2 കൂട്ടിക്കഴിഞ്ഞാൽ മൊത്തത്തിൽ
√3 പകുതിയും പകുതിയും കൂട്ടി എത്ര കിട്ടും? √3 പകുതിയും പകുതിയും കൂട്ടിയാൽ √3 കിട്ടുക അല്ലേ? അപ്പോൾ ഈ ചതുരത്തിനെ സംബന്ധിച്ച് വശങ്ങളൊക്കെ നമ്മൾ കണ്ടുപിടിച്ച് കഴിഞ്ഞു. ഇനി നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? അതിൻ്റെ പെരിമീറ്റർ കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ എന്തൊക്കെയാണ് കൂട്ടേണ്ട? പെരിമീറ്റർ കണ്ടുപിടിക്കാൻ അതിൻ്റെ 4 വശം കൂടി കൂട്ടി എഴുതണം അല്ലേ? 4 വശം എന്ന് പറഞ്ഞാൽ ഒരു വശം 1, പിന്നത്തെ വശം √3/2 കൂട്ടിയാൽ √3, പിന്നത്തെ വശം 1, പിന്നത്തെ വശം √3, അതായത് 1 + √3 + 1 + √3, അതായത് 1 1 2, √3 കൂട്ടിയാൽ എത്ര √3 വരും? 2 √3. അപ്പോൾ 2 + 2 √3 ഈ ഒരു ചതുരത്തിൻ്റെ പെരിമീറ്റർ അല്ലെങ്കിൽ ചുറ്റളവ്. ചുറ്റളവ് എന്ന് പറഞ്ഞാൽ ചുറ്റുമുള്ള അളവ്. 4 വശം കൂടി കൂട്ടുന്നു അല്ലേ? 4 വശം കൂടി കൂട്ടുക എന്ന് പറഞ്ഞാൽ 1 ഇവിടെ √3, 1 √3 അല്ലേ? പിന്നെ 4 വശങ്ങൾ നമുക്ക് ഒരുമിച്ചൊന്ന് വൃത്തിയായിട്ട് ഒന്നുകൂടി ഒരുമിച്ചങ്ങോട്ട് എഴുതി കഴിഞ്ഞാൽ ഇതിൻ്റെ 4 വശങ്ങൾ ഏതൊക്കെയാണ് വരിക? ഇതിൻ്റെ വീതികൾ 1 നമ്മൾ കണ്ടുപിടിച്ചു. 1 ഇത് 1 1 ആണ്. ഇതാകെ എത്ര വന്നു? √3 വന്നു. ഇതും ആകെ √3 വന്നു. അപ്പോൾ 1 + √3 + 1 + √3 അതിൻ്റെ ചുറ്റളവ് അല്ലെങ്കിൽ പെരിമീറ്റർ. അപ്പോൾ 1 1 2, √3 കൂട്ടിയാൽ 2 √3. ഇതാണ് ചുറ്റളവ്. ഇനി എന്താണ് ഏരിയ? ഏരിയ എന്ന് പറഞ്ഞാൽ നീളം ഇൻറ്റു വീതി അല്ലെങ്കിൽ വശം. നീളം ഇൻറ്റു വീതി എന്ന് പറഞ്ഞാൽ അതിൻ്റെ വശങ്ങളുടെ ഗുണനഫലം. എന്തൊക്കെയാണ് വശങ്ങൾ? 1 √3. അപ്പോൾ 1 ഗുണിക്കണം √3 അതിൻ്റെ പരപ്പളവ്. അതിൻ്റെ പരപ്പളവ് എന്ന് പറഞ്ഞാൽ നീളം ഇൻറ്റു വീതി, അതായത് 1 ഗുണിക്കണം √3. അടുത്ത ചോദ്യം, എ സ്ക്വയർ ആൻഡ് ആൻ ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ഓഫ് സൈഡ്സ് twice as long as are cut and the pieces are rearranged to form a trapezium as shown below. ഒരു സമചതുരവും ഒരു സമഭുജ ത്രികോണവും രണ്ടായി മുറിച്ച ശേഷം ഒരു ട്രപ്പീസിയം ഉണ്ടാക്കാൻ ഉപയോഗിച്ചിരിക്കുന്നു. ഇഫ് എ സൈഡ് ഓഫ് ദ സ്ക്വയർ ഈസ് 2 cm, വാട്ട് ആർ ദ പെരിമീറ്റർ ആൻഡ് ഏരിയ ഓഫ് ദി ട്രപ്പീസിയം? ഒരു സ്ക്വയറിൻ്റെ സൈഡ് 2 cm ആണെങ്കിൽ ഈ ട്രപ്പീസിയത്തിൻ്റെ പെരിമീറ്ററും ഏരിയയും എന്താണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. നോക്കാം. ഒരു സ്ക്വയറിനെ സംബന്ധിച്ച് അവിടെ വരുന്ന നമ്മൾ പ്രത്യേകം പറഞ്ഞിട്ടില്ല, ഇവിടുത്തെ കോണുകൾ, ഇതൊരു മട്ടത്രികോണമാണ്. 2ആയി ഭാഗിച്ച ഒരു മട്ടത്രികോണം കിട്ടും. ഈ മട്ടത്രികോണത്തിൻ്റെ കോണ് എങ്ങനെയായിരിക്കും കോണുകൾ വരിക? ഈ 2 വശങ്ങളും, ഈ മട്ടത്രികോണത്തിനെ സംബന്ധിച്ച് ഈ 2 വശങ്ങളും തുല്യമാണ്. ഒരു വശം 90. അപ്പോൾ ഈ മട്ടത്രികോണത്തിൻ്റെ കോണുകൾ 45, 90 വരിക. മട്ടത്രികോണത്തിൻ്റെ കോണുകൾ, സ്ക്വയർ അഥവാ സമചതുരത്തിൻ്റെ മട്ടത്രികോണത്തിൻ്റെ കോണുകൾ 45, 90 വരിക. ഉത്തരത്തിലേക്ക് പോകുന്നതിന് മുമ്പ് നേരത്തെ പറഞ്ഞ ചോദ്യത്തിൻ്റെ മലയാളം കൂടി ഒന്ന് നോക്കാം. ഒരു സമചതുരവും അതിൻ്റെ വശങ്ങളുടെ 2 മടങ്ങ് നീളമുള്ള വശങ്ങളോട് കൂടിയ ഒരു സമഭുജ ത്രികോണവും ചുവടെ കാണുന്ന പോലെ മുറിച്ച് മാറ്റി അടുക്കി ഒരു ലംബകം ഉണ്ടാക്കുന്നു. സമചതുരത്തിൻ്റെ വശങ്ങളുടെ നീളം 2 cm ആണെങ്കിൽ ലംബകത്തിൻ്റെ ചുറ്റളവും പരപ്പളവും കണക്കാക്കുക. ഇതാണ് ചോദ്യം. നമ്മുടെ ഇംഗ്ലീഷിലെ ചോദ്യം നമ്മൾ നേരത്തെ വായിച്ചു. ഇതാണ് മലയാളത്തിലുള്ള ചോദ്യം. എങ്ങനെയാണ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. സമചതുരത്തിൻ്റെ വശങ്ങളുടെ നീളം 2 ആണെങ്കിൽ അതിൻ്റെ ഇരട്ടിയാണ് സമഭുജ ത്രികോണത്തിൻ്റെ വശങ്ങളുടെ നീളം. നമുക്കറിയാം. അപ്പോൾ സമഭുജ ത്രികോണത്തിനെ സംബന്ധിച്ച് വശങ്ങളുടെ നീളങ്ങൾ 4 ആയിരിക്കും വരിക. സമചതുരത്തിൻ്റെ വശങ്ങളുടെ നീളം 2 ആണെങ്കിൽ സമഭുജ ത്രികോണത്തിൻ്റെ വശങ്ങളുടെ നീളം 4 ആയിരിക്കും വരിക എന്ന് ഓർമ്മിച്ച് വയ്ക്കുക. സമചതുരത്തിന് 2ആയി മുറിച്ചാൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ കിട്ടുന്ന ത്രികോണങ്ങളുടെ 2 മട്ടത്രികോണങ്ങളായിരിക്കും. അതിൻ്റെ കോണുകൾ 45, 90 ആയിരിക്കും. അതിനെ സംബന്ധിച്ച് അതിൻ്റെ 2 കോണുകൾ തുല്യമാണെങ്കിൽ 2 വശങ്ങൾ തുല്യമാണ്. ഈ വശങ്ങൾ എന്തായിരിക്കും? സമചതുരത്തിൻ്റെ വശം തന്നെയാണ്. എത്ര വീതമായിരിക്കും വരിക? 2 വീതമായിരിക്കും. അതായത് നമ്മളിവിടെ എഴുതി വെച്ചിട്ടുണ്ട് 2 cm വീതമാണ് ഈ സമചതുരത്തിൻ്റെ വശങ്ങൾ വരിക. ഇനി സമഭുജ ത്രികോണത്തിനെ സംബന്ധിച്ച് സമചതുരത്തിൻ്റെ വശത്തിൻ്റെ ഇരട്ടിയാണ്. അതുകൊണ്ട് എത്രയായിരിക്കും ഇത് വരുന്നത്? 4 ആയിരിക്കും വരിക.
നമ്മൾ പറഞ്ഞു സമഭുജ ത്രികോണത്തിനെ മുറിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന മട്ടത്രികോണത്തിൻ്റെ പ്രത്യേകത അതിൻ്റെ കോണുകൾ 30, 60, 90 ആണ്. അതിൽ 90-ന് എതിരെയുള്ള വശമാണ് നമ്മുടെ 4. അങ്ങനെയാണെങ്കിൽ 30-ന് എതിരെയുള്ള വശം എത്രയായിരിക്കും? 4-ൻ്റെ പകുതി 2 ആയിരിക്കും. ഇനി ഈ സമഭുജ ത്രികോണത്തിൻ്റെ 60-നെതിരെയുള്ള വശം എന്തായിരിക്കും? ഏറ്റവും ചെറിയ വശമായ 2-നെ എന്തുകൊണ്ട് ഗുണിക്കുക? √3 കൊണ്ട് ഗുണിക്കുക. അപ്പോൾ 2 മുറിച്ച് കഴിഞ്ഞാൽ കിട്ടുന്ന മട്ടത്രികോണത്തിൻ്റെ വശങ്ങൾ ഏതൊക്കെയാണ്? ഏറ്റവും വലിയ വശം 4, ഏറ്റവും ചെറിയ വശം 2, 60-നെതിരെയുള്ള അതായത് 60-നെതിരെയുള്ള വശം, ഇടയിൽ വരുന്ന വശം 2 √3. ഇങ്ങനെയാണ് ഇതിൻ്റെ വശങ്ങളുടെ നീളങ്ങൾ. ഇതുപയോഗിച്ചിട്ടാണ് നമ്മളൊരു ലംബകം അല്ലെങ്കിൽ ട്രപ്പീസ്യം ഉണ്ടാക്കുന്നു. ട്രപ്പീസ്യം ഉണ്ടാക്കി കഴിഞ്ഞാൽ നേരത്തെ നമ്മൾ കൊടുത്തിരിക്കുന്ന അളവുകൾ എവിടെയെല്ലാമാണ് വരിക എന്ന് നോക്കാം. ഇവിടെ സമചതുരത്തിനെ സംബന്ധിച്ച ഈ ഒരു ത്രികോണമാണ്. ഈ ത്രികോണത്തിൻ്റെ 2 വശങ്ങൾ, ചെറിയ 2 വശങ്ങൾ 2ഉം 2ഉമാണ്. അങ്ങനെയാണ് ഇതിൻ്റെ വലിയ വശം കണ്ടുപിടിക്കാൻ എന്താ ചെയ്യേണ്ടത്? ഈ ത്രികോണത്തിലെ വലിയ വശം കണ്ടുപിടിക്കാൻ ചെറിയ വശമായ 2ൻ്റെ കൂടെ എന്ത് ഗുണിക്കണം? √2 ഗുണിക്കണം. അപ്പോൾ ഇതിൻ്റെ വലിയ വശം എത്രയായിരിക്കും? കർണം എത്രയായിരിക്കും? സമചതുരത്തിനെ മുറിച്ചാൽ കിട്ടുന്ന മട്ടത്രികോണത്തിൻ്റെ കർണം എത്രയായിരിക്കും? 2 √2. മുമ്പ് നമ്മൾ പറഞ്ഞ കാര്യം തന്നെയാണ് 2 √2. അപ്പോൾ ആ കർണമാണ് ഇവിടെ വരിക. അപ്പോൾ ഈ വശത്തിൻ്റെ നീളം എത്രയായിരിക്കും? 2 √2. അത് തന്നെയായിരിക്കും ഇവിടെയും വരിക, 2 √2. ഇനി ഇവിടെ താഴെ വരുന്നത് നമ്മുടെ സമചതുരത്തിൻ്റെ വശമാണ്, 2 വീതമായിരിക്കും വരിക. ഇനി ഈ നീളം എന്തായിരിക്കും? ഈ നീളം നമ്മളുടെ സമഭുജ ത്രികോണത്തിനെ മുറിച്ചപ്പോൾ കിട്ടിയ ഉന്നതിയാണ്. അതായത് ഈ ഒരു നീളമാണ് നമുക്കവിടെ കിട്ടുന്നത്. അതായത് 2 √3 ആണ് കിട്ടുക. 2 √3. ഈ നീളവും എത്ര തന്നെയാണ്? 2 √3. ഇത് നമ്മുടെ സമഭുജ ത്രികോണത്തിനെ മുറിച്ചപ്പോൾ കിട്ടിയ പാദമാണ്. അത് നമുക്കിവിടെ എഴുതി വച്ചിട്ടുണ്ട്. പാദം, താഴെ വരുന്ന വശം എത്രയാണ്? 2 ആണ് വരിക, 2. അതുകൊണ്ട് ഇത് 2, ഇതും 2. ഇത് നമ്മുടെ സമഭുജ ത്രികോണത്തിനെ മുറിച്ചപ്പോൾ കിട്ടിയ മട്ടത്രികോണത്തിൻ്റെ കർണമാണ്. അതായത് സമഭുജ ത്രികോണത്തിൻ്റെ വശമാണ്. അതുകൊണ്ട് ഈ നീളം എത്രയായിരിക്കും? 4 ആയിരിക്കും. അങ്ങനെ നമുക്ക് എല്ലാ അളവുകളും ഇവിടെ കിട്ടി. ഈ ലംബകത്തിന് വേണ്ട എല്ലാ അളവുകളും കിട്ടി. ഈ ലംബകത്തിൻ്റെ ചുറ്റളവാണ് അല്ലെങ്കിൽ പെരിമീറ്ററാണ് ചോദിച്ചിരിക്കുന്നത്. പെരിമീറ്റർ ചോദിക്കുമ്പോൾ ആരൊക്കെയാണ് പെരിമീറ്റർ ചോദിക്കുമ്പോൾ ആരൊക്കെയാണ് അതിൽ വരിക? ഏതൊക്കെ നീളങ്ങളാണ് വരിക? 2 പ്ലസ് 2 √3 പ്ലസ് 2 പ്ലസ് 2 √2 പ്ലസ് 2 √3 പ്ലസ് 2 √2 അല്ലേ? അപ്പോൾ 2 2കൾ വരും, 2 2 √3 വരും, 2 2 √2 വരും. ഇങ്ങനെയാണ് അതിൻ്റെ പെരിമീറ്റർ വരിക. ഇതാണ് നമ്മൾ നേരത്തെ വരച്ച സമചതുരം. സമചതുരത്തിന് 2 മുറിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന മട്ടത്രികോണത്തിൻ്റെ വശങ്ങൾ ഏതൊക്കെയാണ്? 2 2. മട്ടത്രികോണത്തിൻ്റെ കാരണം എന്താ വരിക? 2 √2. സമഭുജ ത്രികോണത്തിന് മുറിക്കുമ്പോൾ കിട്ടുന്നത് എന്താണ്? മുറിക്കുമ്പോൾ കിട്ടുന്നത് 90-നെതിരെയാണ് നമുക്ക് കിട്ടുന്നത് 4. അങ്ങനെയാണെങ്കിൽ 30-നെതിരെ വരുന്ന ചെറിയ വശം എത്രയാണ്? 2. ഇടയിൽ വരുന്ന വശമാണ് 2 √3. നമ്മൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞ കാര്യം തന്നെ. ഇനി അതിൻ്റെ പെരിമീറ്റർ കണ്ടുപിടിക്കാം. പെരിമീറ്റർ കണ്ടുപിടിക്കുമ്പോൾ എടുക്കേണ്ട സംഖ്യകൾ 2. പെരിമീറ്റർ എന്ന് പറഞ്ഞാൽ എല്ലാ വശങ്ങളുടെയും തുകയാണ്. അപ്പോൾ 2 പ്ലസ് 2 √3 പ്ലസ് 2 പ്ലസ് 2 √2 പ്ലസ് 2 √3 പ്ലസ് 2 √2. 2 പ്ലസ് 2 √3 പ്ലസ് 2 പ്ലസ് 2 √2 പ്ലസ് 2 പ്ലസ് ഇവിടെ 2 √3 ആണ്. അത് 2 ആയിട്ടാണ് അവിടെ എഴുതിയിരിക്കുന്നത്. ഇവിടെ ശരിക്കും വരേണ്ടത് 2 √3 പ്ലസ് 2 √2. അപ്പോൾ 2 2കൾ കൂട്ടുമ്പോൾ 4. 2 √3 2 √3 കൂട്ടിക്കഴിഞ്ഞാൽ 4 √3. 2 √2 2 √2 കൂട്ടിക്കഴിഞ്ഞാൽ 4 √2. ഇതാണ് നമ്മുടെ ചുറ്റളവ് അഥവാ പെരിമീറ്റർ.
ഇനി എങ്ങനെയാണ് ഏരിയ അല്ലെങ്കിൽ പരപ്പളവ് കണ്ടുപിടിക്കുക? ലംബകത്തിൻ്റെ പരപ്പളവ് കണ്ടുപിടിക്കാൻ നമുക്കറിയാം, ലംബകം ഉണ്ടാക്കിയിരിക്കുന്ന രണ്ട് രൂപങ്ങൾ ചേർന്നിട്ടാണ്, ഒരു സമചതുരവും ഒരു സമഭുജ ത്രികോണവും, അല്ലേ? അപ്പോൾ ലംബകത്തിനെ സംബന്ധിച്ച് ലംബകത്തിൻ്റെ ഏരിയ കണ്ടുപിടിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്താൽ മതി? സമചതുരത്തിൻ്റെ ഏരിയയുടെ കൂടെ സമഭുജ ത്രികോണത്തിൻ്റെ ഏരിയ കൂട്ടിയാൽ മതി. സമചതുരത്തിൻ്റെ ഏരിയയുടെ കൂടെ സമഭുജ ത്രികോണത്തിൻ്റെ ഏരിയ കൂട്ടിയാൽ മതി. എന്താണ് സമചതുരത്തിൻ്റെ ഏരിയ എന്ന് പറയുന്നത്? വശം ഇൻറ്റു വശം, അല്ലെങ്കിൽ വശത്തിൻ്റെ വർഗ്ഗമാണ്. എത്രയാണ് വശം? 2 ആയതുകൊണ്ട് 2ൻ്റെ സ്ക്വയർ പ്ലസ് എന്താണ് ഈ സമഭുജ ത്രികോണത്തിൻ്റെ ഏരിയ? ത്രികോണത്തിൻ്റെ ഏരിയ എന്ന് പറഞ്ഞാൽ 1/2 ഇൻറ്റു പാദം ഇൻറ്റു ലംബം. ഇവിടെ ലംബം നമുക്ക് കിട്ടിയിട്ടുണ്ട് എത്രയാണ്? 2√3. പാദം എത്രയാണ്? 4. അപ്പോൾ സമഭുജ ത്രികോണത്തിൻ്റെ ഏരിയ എന്ന് പറഞ്ഞാൽ, പരപ്പളവ് എന്ന് പറഞ്ഞാൽ 1/2 ഇൻറ്റു പാദം ഇൻറ്റു ലംബം. 1/2 ഇൻറ്റു പാദം ഇൻറ്റു ലംബം. അപ്പോൾ 2ൻ്റെ സ്ക്വയർ 4. ഇവിടെ ഈ 2ഉം 2ഉം പോകുന്നു. അപ്പോൾ 4 പ്ലസ് 4√3 നമ്മുടെ ഈ ഒരു ലംബകത്തിൻ്റെ പരപ്പളവ്. ഇങ്ങനെയാണ് നമ്മുടെ ഉത്തരം. 4 പ്ലസ് 4√3. ആവശ്യപ്പെടുന്ന സമയത്ത് മാത്രമേ ഇതിൻ്റെ വിലകൾ കൊടുക്കേണ്ടതുള്ളൂ, അല്ലെങ്കിൽ ഇങ്ങനെ തന്നെ എഴുതിയാൽ മതി. വില കൊടുക്കാൻ പറഞ്ഞാൽ മാത്രം അതിൽ 1 പ്ലസ് √3ൻ്റെ വിലയായ 1.73 കൊടുക്കാൻ പറയുന്ന ചോദ്യങ്ങളിൽ നമുക്ക് എന്തായാലും കൊടുത്തെഴുതേണ്ടത് വരും. ചോദിച്ചില്ലെങ്കിൽ നമ്മൾ ആ ഒരു വില തന്നെ ഇവിടെ എഴുതിയാൽ മതിയാവും. പ്രത്യേകിച്ച് നമ്മളുടെ പെരിമീറ്റർ കാണാൻ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അതുകൊണ്ട് പ്രത്യേകം പറയുന്ന ചോദ്യങ്ങൾ മാത്രം √3ൻ്റെ വിലകൾ കൊടുത്താൽ മതി എന്നർത്ഥം. അതിലെ മൂന്നാമത്തെ ചോദ്യം, കാൽക്കുലേറ്റ് ദ പെരിമീറ്റർ ആൻഡ് ഏരിയ ഓഫ് ദി ട്രയാങ്കിൾ ഇൻ ദ പിക്ചർ. ഈ ട്രയാങ്കിളിൻ്റെ പെരിമീറ്റർ, അതായത് ചുറ്റളവും പരപ്പളവും കണക്കാക്കുക എന്നാണ് ചോദ്യം. ചിത്രത്തിൽ ത്രികോണത്തിൻ്റെ ചുറ്റളവും പരപ്പളവും കണക്കാക്കുക എന്നാണ് ചോദ്യം വന്നിരിക്കുന്നത്. ആ ത്രികോണത്തിന് നമ്മൾ പേര് കൊടുത്തു ABC. എന്നിട്ട് ബിയിൽ നിന്ന് ഒരു ലംബം വരച്ചു, BD. BD എന്ന് ലംബം വരയ്ക്കുമ്പോൾ അവിടെ 2 മട്ടത്രികോണങ്ങളായി അത് ഭാഗിക്കപ്പെടുന്നു. ഏതൊക്കെയാണ്? ഒരു മട്ടത്രികോണം ADB എന്ന് പറയുന്ന മട്ടത്രികോണത്തിൻ്റെ കോണുകൾ 30, 60, 90. BDC എന്ന് പറയുന്ന മട്ടത്രികോണത്തിൻ്റെ കോണുകൾ 45, 45, 90. നമുക്കറിയാം 30, 60, 90 ആണെങ്കിൽ അതിൻ്റെ വശങ്ങളുടെ പ്രത്യേകത 90-നെതിരെയുള്ള വശം 4 ആണെങ്കിൽ 30-ന് എതിരെയുള്ള വശമാണ് ഏറ്റവും ചെറുത്. 30-നെതിരെയുള്ള വശം 4ൻ്റെ പകുതിയാണ് 2. അങ്ങനെയാണെങ്കിൽ 60-നെതിരെയുള്ള വശം രണ്ടുപേരുടെയും ഇടയിലുള്ള വശം കണ്ടുപിടിക്കാനായിട്ട് ഈ ചെറിയ വശമായ 2ൻ്റെ കൂടെ എന്ത് ഗുണിച്ചാൽ മതി? √3 ഗുണിച്ചാൽ മതി. ഇതാണ് ADB എന്ന് പറയുന്ന ത്രികോണത്തിൻ്റെ വശങ്ങൾ. അതേസമയം BDCയുടെ വശങ്ങൾ ഏതൊക്കെയാണ്? BDCയെ സംബന്ധിച്ച് 45 ഡിഗ്രിക്കെതിരെയുള്ള വശമാണ് 2√3. അപ്പോൾ മറ്റേ 45 ഡിഗ്രിക്കെതിരെയുള്ള വശവും ഒരു 45 ഡിഗ്രിക്കെതിരെയുള്ള വശമാണ് 2√3 എങ്കിൽ മറ്റേ കോണിന് എതിരെയുള്ള മറ്റേ കോണായ മറ്റേ 45 ഡിഗ്രി തന്നെയാണ്. അതുകൊണ്ട് ആ വശവും എത്ര തന്നെയായിരിക്കും? 2√3 ആയിരിക്കും. അതായത് BD എന്ന് പറയുന്ന 2√3 ആണെങ്കിൽ CDയും എന്ത് തന്നെയാണ്? 2√3 ആണ്. ഇനി എന്താണ് അതിൻ്റെ ഏറ്റവും വലിയ വശം? ഏറ്റവും വലിയ വശം കണ്ടുപിടിക്കാൻ ചെയ്യേണ്ടത് 45, 45, 90ൻ്റെ വലിയ വശം കണ്ടുപിടിക്കാൻ ചെറിയ വശമായ 2√3ൻ്റെ കൂടെ എന്ത് ഗുണിക്കുക? √2 ഗുണിക്കുക. അതായത് ഈ √2ഉം √3 കൂടി ഗുണിച്ചിട്ട് മൾട്ടിപ്ലിക്കേഷൻ്റെ നിയമം അനുസരിച്ച് 3 × 2 6, എന്നിട്ട് അതിന് പൊതുവായി കൊടുക്കുക. അപ്പോൾ BC എന്ന് പറയുന്ന വശം നമുക്ക് എത്ര കിട്ടും? 2√6. അപ്പോൾ ഈ ത്രികോണത്തിനെ സംബന്ധിച്ച് നമുക്ക് വേണ്ട അളവുകളെല്ലാം കിട്ടി. ഈ ത്രികോണത്തിൻ്റെ പെരിമീറ്റർ കണ്ടുപിടിക്കാൻ എന്താ ചെയ്യേണ്ടത്? ചുറ്റളവ് കണ്ടുപിടിക്കാൻ അതിൻ്റെ 3 വശം കൂടി കൂട്ടുക. ഏതൊക്കെയാണ് വശങ്ങൾ? 4 പ്ലസ് പിന്നെ ഏതാ വശം? AB 4, BC 2√6, പിന്നെയോ AC എത്രയാ? 2 പ്ലസ് 2√3. 2 പ്ലസ് 2√3. നമുക്ക് അടുത്ത പേജിലേക്ക് പോവാം. 2 പ്ലസ് 2√3 നമുക്ക് നോക്കാം. BD 2√3. ഇതിൽ നമ്മൾ കിട്ടിയ അളവുകൾ എഴുതിയിരിക്കുകയാണ്. DB DC എന്ത് തന്നെയാണ്? 45 ആയതുകൊണ്ട് 2√3.
ത്രികോണത്തിലെ ചുറ്റളവ് എന്ന് പറഞ്ഞാൽ 3 വശം കൂടി കൂട്ടുന്നു. അതാണ് എ ബി പ്ലസ് പി സി പ്ലസ് എ സി. ഈ 3 വശം കൂടി കൂട്ടുന്നതാണ് ചുറ്റളവ്. എ ബി നമുക്ക് ചോദ്യത്തിൽ തന്നിട്ടുണ്ട് 4. ബി സി എന്ന് പറയുന്നത് 2√6 നമുക്ക് കിട്ടിയത്. പ്ലസ് എ സി എന്ന് പറയുന്നത് അവിടെ 2 പ്ലസ് 2√3 കൂടി ചേർന്നതാണ് വരിക. അപ്പോൾ അത് കൂട്ടുമ്പോൾ 4 + 2 6 എന്ന് കിട്ടും. പ്ലസ് ഇവിടെ 2√6 പ്ലസ് 2√3 എന്നാണ് ഉത്തരം കിട്ടുക. ഈ 2√6 വേണമെങ്കിൽ √24 എന്ന രൂപത്തിലേക്ക് എഴുതാം. എങ്ങനെയാണ് √24 എഴുതുക? 2√6 അതിൽ 2 എന്ന് പറയുന്നത് √4. അപ്പോൾ √4 ഗുണിക്കണം √6. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? ഗുണിക്കുമ്പോൾ എങ്ങനെയാണ് ഗുണിക്കുക? റൂട്ട് മൊത്തത്തിൽ എടുത്തിട്ട് 4 ഗുണിക്കണം 6. അപ്പോൾ എന്ത് കിട്ടും? 4 6 24. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ അതിനെ √24 എന്ന രൂപത്തിൽ എഴുതാം. അപ്പോൾ 2 6 പ്ലസ് √24 പ്ലസ് അതുപോലെ 2√3 നമുക്ക് എങ്ങനെ എഴുതാം? √4 ഗുണിക്കണം √3. അപ്പോൾ എങ്ങനെയാവും? √4 × 3 എങ്ങനെ എഴുതാം? √12 എന്ന രൂപത്തിൽ എഴുതാം. അപ്പോൾ 6 പ്ലസ് √24 പ്ലസ് √12 എന്ന് വേണമെങ്കിൽ മാറ്റി എഴുതാം. ഇതേ രീതിയിൽ എഴുതിയാലും ശരി തന്നെയാണ്. ത്രികോണത്തിൻ്റെ പരപ്പളവ് കണ്ടുപിടിക്കാൻ എന്താ വേണ്ടത്? 1/2 പാദം × ലംബം. പാദം എന്ന് പറഞ്ഞാൽ ഈ ബി ഡി നമ്മൾ വരയ്ക്കുന്ന ലംബം ചെന്ന് ചേരുന്ന സ്ഥലമാണ് പാദം. ബി ഡി ആണ് നമ്മുടെ ലംബം. അപ്പോൾ എങ്ങനെയാണ്? 1/2 പാദം എന്ന് പറയുന്നത് 2 പ്ലസ് 2√3 അതാണ് എ സി ആണ്. 2 പ്ലസ് 2√3 ആണ് നമ്മുടെ പാദം. ഗുണിക്കണം പിന്നെ ലംബം എത്രയാണ്? 2√3. അപ്പോൾ 1/2 ഗുണിക്കണം 2 പ്ലസ് 2√3 ഗുണിക്കണം 2√3. ഇങ്ങനെയാണ് നമ്മൾ 1/2 പാദം എ സി, ലംബം എന്താണ്? ബി ഡി. 1/2 2 പ്ലസ് 2√3 ഗുണിക്കണം 2√3. എങ്ങനെയാണ് നമുക്ക് പരപ്പളവ് കിട്ടുക? അപ്പോൾ താഴെയുള്ള 2 നമുക്ക് കളയാം. അപ്പോൾ എന്താണ് ബാക്കി വരിക? 2 പ്ലസ് 2√3 ഗുണിക്കണം √3. നമുക്ക് ഈ ബ്രാക്കറ്റിനകത്തുള്ള 2 പേരുടെ കൂടെയും ഗുണിച്ചെഴുതി കഴിഞ്ഞാൽ 2 ഗുണിക്കണം √3 പ്ലസ് 2√3 ഗുണിക്കണം √3. അപ്പോൾ എന്താ ഉത്തരം കിട്ടുക? 2 ഗുണിക്കണം √3 എത്രയാ? 2√3 തന്നെ. ഇവിടെ √3 ഗുണിക്കുമ്പോൾ എന്ത് വരും? 3 × 2 6. അപ്പോൾ നമുക്ക് കിട്ടുന്ന അവസാന ഉത്തരം 2√3 പ്ലസ് 6. 2√3 പ്ലസ് 6 സെൻറ്റിമീറ്റർ സ്ക്വയർ ആണ് ഈ ത്രികോണത്തിൻ്റെ പരപ്പളവ്. ചോദ്യത്തിൻ്റെ അവസാന ചോദ്യത്തിലേക്ക് പോകാം. 5ാമത്തെ ചോദ്യം ഇതാണ്. ഫ്രം pairs of numbers given below, pick out those whose product is a natural number or a fraction. ഗുണിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഗുണനഫലം നാച്ചുറൽ നമ്പർ ആണോ ഫ്രാക്ഷൻ ആണോ എന്ന് ഒന്ന് ഗുണിച്ച് കണ്ടുപിടിക്കാനാണ് ഈ ചോദ്യത്തിൽ പറഞ്ഞിരിക്കുന്നത്. ഗുണിച്ച് കിട്ടുന്ന ഗുണനഫലം നാച്ചുറൽ നമ്പർ ആണോ ഫ്രാക്ഷൻ ആണോ? മലയാളത്തിൽ ചുവടെയുള്ള സംഖ്യാജോഡികളിൽ ഗുണനഫലം എണ്ണൽ സംഖ്യയോ ഭിന്നസംഖ്യയോ ആയവ കണ്ടുപിടിക്കുക. ഓരോന്നായിട്ട് നമുക്ക് ചെയ്തു നോക്കാം. ആദ്യത്തെ √3 √12 നമുക്ക് ഗുണിച്ച് നോക്കാം. √3 ഗുണിക്കണം √12. ഗുണിക്കുമ്പോൾ നമുക്ക് റൂട്ട് എന്നുള്ള ചിഹ്നം പൊതുവായിട്ടതിന് ശേഷം അതിൻ്റെ ഉള്ളിൽ എന്ത് ഗുണിക്കാം? 3 × 12 ഗുണിക്കാം. 12 × 3 എത്ര വരും? 36 വരും. നമുക്കറിയാം √36 വില 6 ആണ്. അപ്പോൾ അതിൻ്റെ ഒന്നാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഒരു പൂർണ്ണസംഖ്യയാണ്. രണ്ടാമത്തത്
റൂട്ട് 3 ഗുണിക്കണം റൂട്ട് 1.2 ആണ്. റൂട്ട് 3 ഗുണിക്കണം റൂട്ട് 1.2. നേരത്തെ നമ്മൾ ചെയ്ത പോലെ റൂട്ട് മൊത്തത്തിലിട്ടിട്ട് 3 ഗുണിക്കണം 1.2. അവിടെ 3 × 1.2 ചെയ്യുമ്പോൾ 12നെ 3 കൊണ്ട് ഗുണിച്ചാൽ 12 3 36 ആണ്. അതിനുശേഷം ഒരു ദശാംശസ്ഥാനം മാറ്റുമ്പോൾ റൂട്ട് 3.6 കിട്ടുക. അപ്പോൾ നമുക്ക് കിട്ടുന്ന ഉത്തരം റൂട്ട് 3.6 ആണ്. അപ്പോൾ റൂട്ട് 3.6 എന്ന് പറഞ്ഞാൽ ഇതൊരു നാച്ചുറൽ നമ്പറുമല്ല, ഫ്രാക്ഷനുമല്ല. അതിൻ്റെ റൂട്ട് നമുക്ക് കണ്ടുപിടിക്കാൻ കഴിയാത്തതുകൊണ്ട് ഇതൊരു ന്യൂ നമ്പറാണ്. നമ്മൾ പഠിച്ചിട്ടുള്ള പുതിയ തരത്തിലുള്ള ഒരു നമ്പറാണത്. റൂട്ട് കണ്ടുപിടിക്കാൻ പറ്റാത്ത ഒരു സംഖ്യ. അപ്പോൾ ഇറ്റ് ഈസ് നെയ്തർ എ നാച്ചുറൽ നമ്പർ നോർ എ ഫ്രാക്ഷൻ. ഒരു നാച്ചുറൽ നമ്പറോ ഫ്രാക്ഷനോ ആയിട്ട് ഇതിനെ എഴുതാൻ കഴിയില്ല എന്നാണ് അതിൻ്റെ ഉത്തരം. ഇനി മൂന്നാമത്തെ 5 റൂട്ട് 5 റൂട്ട് 8. റൂട്ട് 5 റൂട്ട് 8 കൂടി കൂട്ടാം. നമുക്ക് ഇവിടെ തന്നെ ചെയ്യാം. ഗുണിക്കുക. റൂട്ട് 5 റൂട്ട് 8 കൂടി മൾട്ടിപ്ലൈ ചെയ്യുക. അത് കൂട്ടുകയല്ല, ഗുണിക്കുക. അപ്പോൾ റൂട്ട് 5 ഗുണിക്കണം റൂട്ട് 8 കൂട്ടുമ്പോൾ റൂട്ട് പൊതുവായിട്ടതിന് ശേഷം 5 × 8 8 40. അപ്പോൾ റൂട്ട് 40 വരും. നമുക്കറിയാം 40 ഒരു പൂർണ്ണവർഗ സംഖ്യയല്ല. അതുകൊണ്ട് റൂട്ട് 40 എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ചിട്ടുള്ള ന്യൂ നമ്പേഴ്സിൽ പെടുന്നു. അതൊരു ഭിന്നസംഖ്യയോ അല്ല. അതുപോലെ തന്നെ നമുക്ക് അതിനൊരു നാച്ചുറൽ നമ്പർ എണ്ണൽ സംഖ്യയോ രൂപത്തിലോ എഴുതാൻ കഴിയില്ല. ഭിന്നസംഖ്യാ രൂപത്തിലോ എണ്ണൽ സംഖ്യയോ രൂപത്തിലോ എഴുതാൻ കഴിയാത്ത ആളാണ് റൂട്ട് 40. അടുത്ത ആള്, നാലാമത്തെ ആള്, റൂട്ട് 0.5 × 8. നോക്കാം. റൂട്ട് 0.5 × റൂട്ട് 8 എങ്ങനെയാണ് നമ്മൾ ചെയ്യുക? നേരത്തെ ചെയ്ത പോലെ തന്നെ റൂട്ടിൻ്റെ അകത്ത് ആര് വരും? റൂട്ട് പൊതുവായിട്ടതിന് ശേഷം 0.5 × 8 ചെയ്യുക. റൂട്ട് 0.5 × 8. 0.5 8 കൊണ്ട് ഗുണിച്ചാൽ 5 40 പക്ഷെ അവിടെ ഒരു പോയിന്റ് ഉള്ളത് കൊണ്ട് ഒരു ദശാംശ സ്ഥാനം മാറ്റിയപ്പോൾ എന്ത് കിട്ടും? 4.0. അതായത് റൂട്ട് 4 കിട്ടുക. റൂട്ട് 4ൻ്റെ വില 2. അപ്പോൾ അതൊരു എണ്ണൽ സംഖ്യയാണെന്നാണ് മനസ്സിലാക്കേണ്ടത്. അവസാന ചോദ്യം ഏതാണ്? 7 1/2 3 1/3. ഇവരെ ഗുണിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. 7 1/2 3 1/3. റൂട്ടിൻ്റെ അകത്താണ് 7 1/2, റൂട്ടിൻ്റെ അകത്ത് 3 1/3. അപ്പോൾ എങ്ങനെ ചെയ്യാൻ നോക്കാം. 7 1/2 7.5 ഗുണിക്കണം 3 × 1/3. അപ്പോൾ ഇവരെ നമുക്ക് ഫ്രാക്ഷനാക്കി മാറ്റാനുള്ള ഒരു വിദ്യയുണ്ട്. ഇതൊരു മിക്സഡ് ഫ്രാക്ഷനാണ്. ഇതിനെ ഫ്രാക്ഷനാക്കി മാറ്റാൻ ഇങ്ങനെ ഗുണിക്കുക. 2 × 7 പ്ലസ് 1 ചെയ്യുക. ഇവിടെ 3 × 3 പ്ലസ് 1 ചെയ്യുക. അപ്പോൾ 2 × 7 എത്രയാണ്? 14. 14 പ്ലസ് 1 എത്രയാണ്? 15. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം അതിനെ? 15/2 ഗുണിക്കണം. രണ്ടാമനെ 3 × 3 9 9 10 10/3 എന്ന രൂപത്തിൽ എഴുതാം. അപ്പോൾ റൂട്ട് 15/2 × 10/3. ഇനി റൂട്ട് പൊതുവായിട്ടിട്ട് 15/2നെ 10/3 കൊണ്ട് ഗുണിക്കുക. 15/2 ഗുണിക്കണം 10/3. എങ്ങനെയാണ് കണ്ടുപിടിക്കുക? റൂട്ട് 15/2 ഗുണിക്കണം 10/3. രണ്ട് ഭിന്നസംഖ്യകൾ ഗുണിക്കാൻ ന്യൂമറേറ്റേഴ്സ് തമ്മിൽ ഗുണിക്കണം. ഫ്രാക്ഷൻ ഗുണിക്കാൻ അംശങ്ങൾ തമ്മിൽ ഗുണിക്കണം, ഛേദങ്ങൾ തമ്മിൽ ഗുണിക്കണം. ന്യൂമറേറ്റേഴ്സ് തമ്മിൽ ഗുണിക്കണം, ന്യൂമറേറ്ററുകൾ തമ്മിൽ ഗുണിക്കുക. 15 × 10 150. ഡിനോമിനേറ്റേഴ്സ് തമ്മിൽ ഗുണിക്കുക. 2 × 3 6 150/6. നമ്മൾ 2 ഉപയോഗിച്ചൊന്ന് ചെറുതാക്കുക. മുകളിലും താഴത്തും 2 കൊണ്ട് ഹരിച്ചൊന്ന് ചെറുതാക്കി കഴിഞ്ഞാൽ അതെന്താവും? 75 × 3 എന്നാവും. 75നെ 3 കൊണ്ട് ഹരിച്ചാൽ നമുക്കറിയാം 25 വരിക. റൂട്ട് 25. റൂട്ട് 25ൻ്റെ വില എത്രയാണ്? 5. അപ്പോൾ ഇതൊരു എണ്ണൽ സംഖ്യയാണ്. ഉത്തരം കിട്ടി നമുക്ക് 5 എന്നാണ് ഉത്തരം കിട്ടുക. താങ്ക് യു.